ഇപ്പൊ ചെറിയൊരു വീശല് വീശിയാണ്. അതെ, ഇതിലെന്തൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞ്? കണ്ണം മാത്രമാണ് ഇതില്, വരാറ് മാത്രമാണല്ലേ? അയ്യോ, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാളുണ്ട്, തിലാപ്പിയുണ്ട്, പിന്നെ കണ്ണുണ്ട്, നാടൻ വരാല് അല്ലേ? പെല്ലറ്റ് കൊടുത്ത് വളർത്തുന്ന നാടൻ വരാല്. അപ്പോ നമ്മളെ ആദവനാട് പാറമെന്ന് കണ്ട് വന്നിട്ട് നമ്മളെ പള്ളിപ്പടി ശരിക്കും എന്താ കറക്റ്റ് നമ്മളെ ലൊക്കേഷൻ എന്താ പറയാ? അമ്പലപ്പടി തന്നെ മതി അല്ലേ? പാല അമ്പലപ്പടി. ആദവനാട് പാറമെന്ന് കസ്റ്റ് 1 കിലോമീറ്റർ ഇല്ല, ഒന്നില്ല. അതിന്റെ അടുത്താണ് നമ്മളെ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. ഫാമിൽ വന്നിട്ട് നേരിട്ട് നിങ്ങൾക്ക് കാണാം, അവിടെ നിന്ന് പിടിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള മീന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടും അല്ലേ? വരാനില്ല. നമുക്ക് തീറ്റ ഈ പെല്ലറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊടുക്കൂല. വെള്ളം നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ക്ലിയർ വാട്ടറാണ്. നമ്മൾ വേറെ പാർട്സ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. പെല്ലറ്റ് മാത്രമാകുമ്പോ വെള്ളം വൃത്തിൻ്റെ എപ്പോഴും അത്യാവശ്യം വേണ്ട. അയ്യോ, ഏതാ സൈസ് സാധനങ്ങൾ വരെ ഇല്ലില്ല. കണ്ടാ ഓ അതില്ല അന്ന് ഇനി പിടിക്കും. നല്ല സൈസ് സാധനങ്ങൾ കേട്ടാ. എത്ര വർഷമായിക്കണേ? 4 വർഷം കഴിഞ്ഞല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ ലാഭകരം തന്നെയാണ് നിങ്ങൾക്ക്? വലിയ നഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മളൊരു ജീവിതമാർഗം, നമ്മൾ കൂടുതൽ ലാഭം എന്നല്ല പ്രതീക്ഷിക്കണല്ലേ. ഈച്ച് പോകാനുള്ളവര് ടൈം പാസും നമ്മളൊരു കൂലിക്കായി അത് മതിയല്ല. അപ്പൊ ഇതൊരു പായലാട്ടാ, ഇത് അസോളല്ല, ഇത് വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പായൽ എന്ന് പറയാം അല്ലേ? അപ്പൊ കൂടുതൽ മാംസാക്ക ഒരു ചെറിയ വലവീശൽ നടത്താൻ പോവാണ്. ചെറിയ വല ചെറുതായിട്ടുള്ളൂ. സ്വീപ്പാൻ ചെയ്യും. ആയിക്കോട്ടെ. അല്ല, ഇപ്പൊ നിങ്ങളെ മീന് ഇത് ഇവിടെ ഉള്ള അറിഞ്ഞിട്ട് വന്നാണോ, അതോ നിങ്ങള് വൈക്കൂടി പോകുമ്പോ കണ്ടതാണോ? മീറ്റിംഗിന് വേണ്ടി വന്നപ്പോഴേ കോളേജിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ നിങ്ങളെ വീട് എവിടെയാണ്? തിരൂര് ഭാഗത്തല്ലേ? അപ്പൊ അതിനോട് നിങ്ങൾ ഏത് കോളേജിലാ? മജ്ലിസ്. അപ്പൊ ഈ വഴി പാസ് ചെയ്യുമ്പോ ജസ്റ്റ് ബോർഡ് കണ്ടപ്പോ നിർത്തിയാണല്ലേ? അപ്പൊ നമ്മള് കാക്കാന്റെ അയൽവാസിയിൽ നിങ്ങള് പേരെന്തേന്? ബാഗ. നിങ്ങളെ അടുത്ത് തന്നെയാണ് ഇവരെ കച്ചവടം നടക്കുന്നത് അല്ലേ? ഞമ്മ 1100 അപ്പൊ ഏകദേശം പിടിച്ചു കഴിഞ്ഞില്ലേ? ഒരു ദിവസം 60-70 കിലോ പിടിക്കും. ലൈവായിട്ട് വിൽക്കണ്ടല്ലേ? രാവിലെ പിടിച്ചൊക്കെ കഴിഞ്ഞു. ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ? അപ്പൊ വീഡിയോ ഒക്കെ കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാനൊരു വലിയൊരു കണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നന്നാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നന്നാക്കി കൊടുക്കും ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവർക്ക് അങ്ങനെ കൊണ്ടുപോയി നന്നാക്കും ചെയ്യാം. പിന്നെ ഇതിപ്പോ എങ്ങനെ തൂക്കം എങ്ങനെ കൊടുക്കണേ? സൈസിനനുസരിച്ച് തൂക്കം അല്ലേ? അപ്പോ ഏകദേശം എത്ര? 250 വെച്ചിട്ട് കിലോ 250. ഒന്നിനോ വയ്ക്കൂലേ? അത് പിന്നെ തൂക്കം എത്ര വരുന്നത് അതിനനുസരിച്ച് ഉണ്ടാവുള്ളൂ. 400. വലിയ സൈസ് വരുമ്പോ 400 അല്ലേ? ഏകദേശം ഒരു കയ്യിൽ വലിപ്പമുണ്ട്. പോണ്ടോ? നമ്മളെ നാടൻ കച്ചവടം, നാട്ടിലെ കച്ചവടം.
ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? ആവശ്യക്കാർക്ക് വന്ന് കൊണ്ടുപോവാം, ലൈവായിട്ട് വന്ന് പിടിക്കാൻ കൊണ്ടുപോവാം. അതിലൊരു വലുതുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഇന്നലെയും കിട്ടിയിരിക്കണേ. അടിപൊളി സാധനം. ഇന്നെവിടെ തരണേ? കുറ്റിപ്പുറത്തുനിന്ന്. മൂടാൽ കുറ്റിപ്പുറം. ഇവിടെ മീനുള്ള എങ്ങനെ അറിഞ്ഞ്? ഗ്യാസ് വണ്ടിയിലാണ്. ഗ്യാസ് വണ്ടിയില്ല. എന്നിട്ട് മീൻ വാങ്ങിയില്ലേ? ഏതാണ്? വാള. എങ്ങനെയുണ്ട് മീന്? അടിപൊളി മീനല്ലേ? അടിപൊളി മീനാണ്. അപ്പോൾ ഞാനും വാങ്ങിയിട്ടുണ്ട് ഒരു കണ്ണൻ. എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണനവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. പീസാക്കാണ്ട് പീസാക്കാണ്ട്. നമ്മൾ ആദവനാട് പാറമ്പന്നിട്ട് വരുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളെ പരിധിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ അതിൻ്റെ ഇടയിലാണ് നമ്മളെ ഈ വീട്ടുവളപ്പിലെ പടുതാക്കുളം. വിളവെടുപ്പും വിൽപ്പനയും. വിളവെടുപ്പ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രഷാണ്, ലൈവാണ്. പ്രവാസി ഫിഷ് ഫാമാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. വരാൽ, ആസാം വാള, പൊരിക്ക്, തിലോപ്പി. അപ്പോൾ അതിനുള്ളിൽ അടിയിലത് കോൺടാക്ട് നമ്പർ ആവശ്യക്കാർക്ക് വിളിക്കാം. പിന്നെ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ട്, ചെറിയ ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം. ചോറുള്ള മീനല്ലേ? അല്ല, അടിപൊളി ഇറച്ചുള്ള മീൻ. ഉപ്പിട്ട് വെക്കണം. അത് കുഴപ്പമാണ് പോകാനല്ലേ? നല്ല ടേസ്റ്റ് ആവും.